ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് മൾട്ടിപ്പിൾ ഇയർ പിയേഴ്സിങ്. അതായത് ചെവിയിൽ നമ്മൾ കുറേ കാത് കുത്തുന്നത്. ഇപ്പോൾ ഈ ബുഗാഡി സ്റ്റൈലൊക്കെ വന്നതിന് ശേഷം നമ്മൾ കാണുന്നതാണ്. 1% കൂടുതൽ ആൾക്കാരിൽ നമുക്ക് അത് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചെവി രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അതായത് ചെവിയുടെ താഴത്തെ ലൊബ്യൂൾ എന്നൊരു ഭാഗവും പിന്നെ മേലെ ഉണ്ടാവുന്ന ഭാഗവും. ഈ ലൊബ്യൂളിൽ മെയിൻലി ഫാറ്റ് ടിഷ്യൂ മാത്രമാണ് വരുന്നത്. അവിടെ നമ്മൾ പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല, ഇൻഫെക്ഷൻ സാധ്യതകൾ കുറവാണ്. പക്ഷേ നമ്മൾ ഈ ലൊബ്യൂളിൻ്റെ മേലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാം, അതായത് കാർട്ടിലേജ് എന്നുള്ളൊരു ഭാഗത്ത് പിയേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ദശ വളർച്ച, കിലോയിഡ് എന്നുള്ള രീതിയിൽ ഇത് കാണുന്നത്. നമ്മളിത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരടുത്ത് കുറച്ച് ടിപ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒന്ന്, നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു സ്റ്റിറൈൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ ഗൺ ഷോട്ട് ആണെങ്കിലും നീഡിൽ പിയേഴ്സ് ആണെങ്കിലും സ്റ്റിറൈൽ സ്റ്റഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റിറൈൽ നീഡിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് ശ്രദ്ധിക്കുക. 2, ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി സ്റ്റഡിന് നീളം കൂടുതലുള്ള സ്റ്റഡ് വേണം അവിടെ ഇടാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കിരിക്കാം, അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലെയറപ്പ് ആവും. 3, ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ 2 ആഴ്ച നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് പുരട്ടുക. അതുപോലെ തന്നെ ഈ സ്റ്റഡ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിലൊരു ചെറിയ വേദന ഉണ്ടെങ്കിൽ പലരും ഇത് ഇഗ്നോർ ചെയ്യും. പലരും ഇത് ഹോം റെമഡീസ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവസാനം ഇത് ചെവി മൊത്തം ഇൻഫ്ലെയിംഡ് ആയിട്ട് പെരികോൺട്രൈറ്റിസ് എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ചെറിയ ഇൻഫെക്ഷൻ കാണുമ്പം തന്നെ ആദ്യം ചെയ്യേണ്ടത് അത് ഊരിക്കളയുക. അതിനുശേഷം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. പല കേസുകളിലും നമുക്കിത് ചെറിയൊരു ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിനും വെച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പക്ഷേ ഇതൊരു പെരികോൺട്രൈറ്റിസ്, അതായത് ചെവിയുടെ ഉള്ളിലേക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മൊത്തം ചെവിയുടെ ഷേപ്പ് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ചെയ്യാൻ വരെ സാധ്യതയുള്ളതാണ്. Lakshmi Hospital, the trusted family hospital.